കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും വേറിട്ട പോപ്പ് എന്ന് സധൈര്യം വിളിക്കാം പോപ്പ് ഫ്രാൻസിസിനെ. ലോകമാധ്യമങ്ങൾ എന്തു പറഞ്ഞു എന്തെഴുതി പോപ്പിനെ കുറിച്ച് എന്നതിലുണ്ട് ലോകത്തിൻ്റെ പാപ്പ. ആ പേജുകളിലൂടെ പോപ്പിനെ നോക്കിയാൽ വേറിട്ടൊരാളെ കാണാം. വിശ്വാസ ലോകത്തിനും അങ്ങനെ ഒട്ടുമല്ലാത്ത ലോകത്തിനും സ്വീകാര്യനാവുക, അതും ഒരു മതത്തിൻ്റെ പരമോന്നത അധ്യക്ഷൻ എന്നത് അപൂർവങ്ങളിൽ അപൂർവമല്ലാതെ മറ്റെന്താണ്? ടു പോപ്സ് എന്നൊരു ബയോഗ്രഫിക്കൽ സിനിമയുണ്ട്. റിയോ ഡി ജനീറോയുടെ തെരുവുകളിലൂടെ കഥ പറഞ്ഞ സിറ്റി ഓഫ് ഗോഡ് എന്ന ഗംഭീര പോർച്ചുഗീസ് ചിത്രമെടുത്ത ഫെർണാണ്ടോ മേറലെസ് സംവിധാനം ചെയ്ത സിനിമ. പോപ്പ് ഫ്രാൻസിസും പോപ്പ് ബെനഡിക്റ്റും ഫ്രെയിമിൽ വന്ന ചിത്രം രണ്ടും രണ്ട് തരമെന്ന് മനസ്സിലാക്കിപ്പിച്ച സിനിമ. വൈവിധ്യങ്ങളെ അംഗീകരിച്ചതും പുരോഗമനാശയങ്ങളോട് മുഖം തിരിക്കാതിരുന്നതുമാണ് ഹോർഹെ മാരിയോ ബെർഗോളിയോ എന്ന അർജന്റൈൻ പുരോഹിതനെ വ്യത്യസ്തനാക്കിയത്. ബ്യൂണോസ് ഐറസിൽ നിന്ന് റോമിലേക്കുള്ള ദൂരം വിഭിന്നതകളെ ഉൾക്കൊണ്ടും എതിരാശയങ്ങളെ കേട്ടുമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകളോടും ലൈംഗിക ന്യൂനപക്ഷങ്ങളോടും ഉദാരപ്പെട്ടു. കുറ്റവാളികളുടെ മാനസാന്തരങ്ങളെ പ്രത്യാശയോടെ കരുണയാൽ നോക്കി. ശാസ്ത്രത്തോട് മുഖം ചുളിച്ചില്ല. ട്രംപിൻ്റെ കുടിയേറ്റ നിയമത്തോട് പോപ്പ് കലഹിച്ചത് അടുത്ത നാളുകളിലാണ്. ക്രിസ്തു സാക്ഷ്യത്തെ മാത്രമല്ല, വിമോചന ദൈവശാസ്ത്രത്തെയും കേട്ടു. പുരോഹിതരുടെ ലൈംഗികാതിക്രമത്തിന് ലോകത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ജീവിച്ചിരിക്കെ തന്നെ വിശുദ്ധനായി. അസാധാരണ മാനവികതയോടെ ലോകത്തെ നോക്കിക്കണ്ട ഭിന്നാഭിപ്രായങ്ങളോട് ചിരിച്ച എക്കാലത്തെയും ദ വൺ ആൻഡ് ഓൺലി പോപ്പ്. ഗാസയിലെ മനുഷ്യരോധനത്തിൽ വേദനിച്ചു അദ്ദേഹം. പുരോഹിതനായ ഗബ്രിയേൽ റൊമാനെല്ലിയുടെ ഓർമ്മയിൽ ഗാസയിലെ പള്ളിയിലേക്ക് വിവരമന്വേഷിച്ച് വിളിക്കുന്ന കോളുകളിൽ പോപ്പുണ്ട്. യുദ്ധക്കെടുതികളെ ആകുലതയോടെ നോക്കിക്കണ്ടു. നെഞ്ചിൽ നിന്ന് മിടിപ്പ് നിലച്ച നിമിഷത്തിന് മണിക്കൂറുകൾക്ക് മാത്രം മുൻപ് അവസാനത്തെ ഈസ്റ്റർ സന്ദേശത്തിലും ഗാസയുടെ സമാധാനത്തെക്കുറിച്ചാണ് പോപ്പ് ആഗ്രഹം കൊണ്ടത്. സ്നേഹത്തിൻ്റെ ചരിത്ര സാക്ഷ്യങ്ങൾക്ക് പോപ്പിൻ്റെ മുഖച്ഛായയാണ് എന്നർത്ഥം. വിഷയവൈവിധ്യങ്ങളോടുള്ള അനുതാപങ്ങളാണ് പാപ്പയെ ശ്രദ്ധേയനാക്കിയത്. സാക്ഷാൽ മറഡോണയെ കണ്ടപ്പോൾ പാപ്പ ചോദിച്ചു, ഏതാണ് ആ കൈ എന്ന്. ആ ചോദ്യത്തിൻ്റെ കുട്ടിത്തത്തിലുണ്ട് ബ്യൂണോസ് ഐറസിലെ സാൻ ലോറൻസോ ക്ലബിനെ ഇഷ്ടപ്പെട്ടിരുന്ന ഫുട്ബോൾ ഇഷ്ടപ്പെട്ട പഴയ കുട്ടി. പെലെ ഒപ്പിട്ട ജേഴ്സി ഉയർത്തിക്കാട്ടുമ്പോഴും ആ ഭാവം മുഖത്തുണ്ടായിരുന്നു. മെസ്സിയും ഇബ്രാഹിമോവിച്ചും അടക്കം എത്രയോ താരങ്ങൾ അദ്ദേഹത്തെ കാണാനെത്തി. ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ജീവൻ്റെ തുടക്കത്തെക്കുറിച്ചുള്ള മതസാങ്കല്പിക ചിന്തയിലൂന്നിയ വിശ്വാസമുള്ള സഭയുടെ തലവൻ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് പറഞ്ഞതാണ്. പരിണാമവും സൃഷ്ടിയും ഒന്നു തന്നെ. സഭയുടെ ചരിത്രത്തിലെ ഏക ലാറ്റിൻ അമേരിക്കൻ പോപ്പിൻ്റെ വേറിട്ട മുഖം ഇവിടെയും കാണാം. നൂറ്റാണ്ടിനിടെ ആദ്യമായി ഒരു പോപ്പ് വത്തിക്കാന് പുറത്ത് അന്ത്യവിശ്രമ ഇടം ആവശ്യപ്പെട്ടു. മരണത്തിലും വ്യത്യസ്തനായി. സെൻറ് മേരീസ് മേജർ ബസിലിക്കയിൽ 1669 ശേഷം ആദ്യമായി
ഫ്രാൻസിസ്കസ് എന്ന് ആലേഖനം ചെയ്ത അലങ്കാരരഹിത ശവകുടീരം തിരഞ്ഞെടുത്തിരിക്കുന്നു പാപ്പ. ജോർജ് ന്യൂമെയർ എഴുതിയ പുസ്തകം ദ പൊളിറ്റിക്കൽ പോപ്പിൻ്റെ കവറിൽ ഇങ്ങനൊരു വാചകമുണ്ട്: ഹൗ പോപ്പ് ഫ്രാൻസിസ് ഈസ് ഡിലൈറ്റിംഗ് ലിബറൽ ലെഫ്റ്റ് ആൻഡ് അബാൻഡനിങ് കൺസർവേറ്റീവ്സ് എന്ന്. ഹോപ്പ് എന്നാണ് പോപ്പിൻ്റെ ആത്മകഥയുടെ തന്നെ പേര്. തികച്ചും അസാധാരണനായ മഹാ ഇടയൻ. സേദേ വേക്കൻ എന്ന ദുഃഖാചരണ കാലം കഴിഞ്ഞാലും പുതിയ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടാലും സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക സ്ക്വയറിൻ്റെ ബാൽക്കണിയിൽ ഹാബേബൂസ് പാപ്പ എന്ന് പറഞ്ഞ് പുതിയ പാപ്പയെ പരിചയപ്പെടുത്തിയാലും പോപ്പ് ഫ്രാൻസിസിനെ ലോകം മറക്കില്ല.